സൈഡിലേക്ക് കാണുമ്പോ റോഡിലേക്ക് കാണുമ്പോ ബാക്കിയുള്ള ട്രാൻസ്ഫർ ഓടും. ഞാൻ നോക്കുമ്പോ നിങ്ങളുടെ അടുത്തൊന്നും തേനീച്ച വരുന്നില്ല. കേട്ടില്ല, തേനുള്ളതുകൊണ്ട് എനിക്ക് പറയുന്നില്ല ഇങ്ങനെ പെടപ്പിക്കും. ഇവിടെ ഇലയിൽ തന്നെയാ. നിങ്ങൾ ഈ അത്തപ്പൂ ഇടാനാണോ അതോ കൊളമാക്കാനാണോ തള്ളേ? എന്റെ ഫാമിലി തന്നെ ഒരുപാട് കല്യാണങ്ങൾ തന്നെ അതൊരു ഭാഗ്യ കുട്ടിയാ മതി. കഴിഞ്ഞ തവണ ഓണത്തിന് ഞാൻ വിചാരിച്ചിരുന്നത് അതാണ്. എന്തെന്നറിയോ, നിങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് സാരി കൊടുക്കണോ. എന്തായാലും നടന്നല്ലോ. അതെ, ഞങ്ങൾ രണ്ടാളും പിന്നെ ഒരേ സെയിം കളർ ആദ്യം പ്ലാൻ ചെയ്തതാണ്. സഹോദരി വരെ പോലെ സഹോദരി പരിവാ. പക്ഷെ ഉടുത്തുടുത്ത് വന്നപ്പോ എല്ലാം ഏകദേശം വ്യത്യസ്തമായി. എന്റെ കളറിലെ ബ്ലൗസ് സിമി ചേച്ചിയുടെ വേറെ കുറച്ച് പ്രിന്റ്സ് ഒക്കെ പ്രതീക്ഷിച്ചായിരുന്നു. റീസെന്റ് ചില വീഡിയോസിലൊക്കെ പ്രിന്റഡ് ആയിട്ടുള്ള ചില സെറ്റ്സ് ആയി കണ്ടപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഇല്ല, ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ഇത്തവണ, പക്ഷെ കളർ ഒരു ഡിഫറെന്റ് ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് നല്ലത്. എനിക്കിഷ്ടമായി. കാരണം ഞാൻ ലാസ്റ്റ് ടൈം എടുത്ത സാരി ഒരു ഇതുപോലെ ഒരു പ്രിന്റ് സാരിയാണ്. എന്റെ ഇതുപോലെ പ്രിന്റ് സാരി. അതെ, പ്രിന്റഡ് സാരികളുടെ ആ ഒരു ഇപ്പോഴും ഉണ്ടല്ലേ, ആ ട്രെൻഡ് മാറിയിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? പ്രിന്റഡ് സാരികളുടെ ട്രെൻഡ് ഇപ്പോഴും ഉണ്ട്. ഓണം എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഏത് ഫംഗ്ഷൻ വന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒറ്റ ഫംഗ്ഷൻ ഒറ്റ സാരി എന്നുള്ള കോൺസെപ്റ്റ് ആണ് അല്ലേ? എല്ലാവരും ഇരിക്കുന്ന എല്ലാവരും അല്ലേ? പിന്നെ ഒരു തവണ കൂടെ അത് ഉപയോഗിക്കുന്നത് വളരെ കുറവായിരിക്കും. പക്ഷേ സംബന്ധിച്ച് ഉപയോഗിക്കാറില്ല. പക്ഷേ തന്നെ ലാസ്റ്റ് കറങ്ങി തിരിഞ്ഞ് എല്ലാവരും ഏകദേശം ഒരുപോലെയൊക്കെ വരിക എന്നുള്ളതാണ്. പിന്നെ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന്റെ ചാക്കിച്ചാട്ടം ഇവിടെ നമ്മളൊരു ഓണം ഒരുമിച്ച് കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എല്ലാവരും ഇതുപോലെ ഓരോ സ്പോർട്സ് ആക്ടിവിറ്റി, ഓണം കളികൾ, സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ഞാനും ക്ഷമ നമ്മളെല്ലാവരും തന്നെ അത്തരം പരിപാടിയിൽ പങ്കെടുക്കും. നമ്മൾ മാറി നിൽക്കും. കാരണം ആണുങ്ങളുടെ ഒരു പുരുഷാരത്തിന്റെ ഒരു ഏരിയ ആണത്. അപ്പൊ നമുക്ക് ഭയങ്കര നാണക്കേടാണ് നമ്മുടെ ഈ സ്ത്രൈണ ഭാവങ്ങളൊക്കെ വെച്ച് അവിടെ ചെല്ലുമ്പോൾ, പണ്ട് ചേഞ്ച് ആവുന്നതിന് മുമ്പ്. പക്ഷെ അതൊക്കെ സത്യം പറഞ്ഞാൽ എൻജോയ് ചെയ്ത് ആ കഴിഞ്ഞ ഓണത്തിന് അല്ലേ? ശ്യാമ ഒന്ന് രണ്ട് ഇതിന് ശ്യാമ ചാക്കിച്ചാട്ടം 2 തവണ ഞാൻ മറിഞ്ഞു വീണു. സത്യം. വടംവലി വടംവലിയാണ് ഒരു തവണ നമ്മുടെ സൈഡ് ജയിച്ചു. ആരുടെ സൈഡ് ജയിച്ചതായിരുന്നു? നിങ്ങളുടെ സൈഡ് ജയിച്ചത്. പക്ഷെ ഓണം എന്ന് പറയുമ്പോഴത്തേക്ക് മെയിൻ ആയിട്ടുള്ള സാധനങ്ങളാണ് അങ്ങനെയുള്ള കളികളൊക്കെ. നമ്മൾ സാധാരണ കോമൺ ആയിട്ട് വീട്ടിലൊന്നും അങ്ങനെ കളികളൊന്നും ഇല്ലല്ലോ. പ്രത്യേകിച്ച് നമ്മൾക്ക് പബ്ലിക്കിന്റെ ഇടയിൽ പോയി അങ്ങനെയുള്ള മത്സരത്തിലൊക്കെ പങ്കെടുക്കാൻ പറ്റാറില്ല. ഞാൻ അവിടെ തിരൂരിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7 വർഷം ശരിക്കും ഓണം ആഘോഷിക്കാൻ തുടങ്ങിയതാണ്. വർഷാവർഷം അവിടെ ഫുള്ള് പോയിട്ട് വീട്ടിൽ എല്ലാവരും വരും, പിള്ളേരെല്ലാവരും വരും. അപ്പോൾ ശരിക്കും അത് ഫസ്റ്റത്തെ ഓണത്തിന് ഭയങ്കര ന്യൂസൊക്കെ എടുക്കാൻ കുറേ ആളുകളൊക്കെ വന്നപ്പോൾ അത് നമുക്കൊരു ഇവരെല്ലാവരും കൂടി വന്നിട്ട് ഇപ്പം നമ്മൾ ഓണം കൊണ്ടാകുന്നുണ്ടായിരുന്നു. ഇവരെ ആരും വിളിക്കാതെ. പക്ഷെ ആ ഒരു ഓണം ശരിക്കും നമ്മളുടെ സ്വന്തം ഐഡന്റിറ്റിയിൽ ഒരു ഓണം ആഘോഷിക്കുക എന്ന് പറയുന്നത് അതുപോലെ ഇപ്പൊ നമ്മളെയൊക്കെ സംബന്ധിച്ചാണെങ്കിലും വളരെ ചുരുങ്ങിയ നാളുകൾ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സെലിബ്രേറ്റ് ചെയ്യാനും ഓണം ആഘോഷിക്കാനൊക്കെ ഇതായിട്ടുള്ളത്. കാരണം നമ്മൾ അതുവരെ വീട്ടിലൊന്നും അങ്ങനെ എല്ലാ ഫംഗ്ഷനും പങ്കെടുക്കുകയോ അല്ലെങ്കിൽ പൊതു നിരത്തിലൊന്നും പങ്കെടുക്കുകയോ അങ്ങനെ ചെയ്തിട്ടില്ല. നമ്മുടെ ഐഡന്റിറ്റിയിൽ പേടിച്ച് നമ്മൾ ചെയ്യുന്ന വീട്ടില് അത്തപ്പൂടും, വീട്ടിൽ അമ്മയ്ക്ക് എന്തെങ്കിലും വേണമെങ്കിൽ സഹായിക്കും, ഇല മുറിയാൻ പോകും, അങ്ങനെ അതൊക്കെ തിരുവോണം. നമ്മുടെ വീട്ടിൽ ഒതുങ്ങി നിൽക്കുന്ന തിരുവോണം. പക്ഷെ നമ്മുടെ അനിയന്മാരൊക്കെ ആണെങ്കിൽ റോഡിൽ ചെന്നിട്ട് ഓരോ ഇതിലൊക്കെ പങ്കെടുക്കുകയൊക്കെ ചെയ്യും. നമ്മുടെ ഈ റെസിഡൻസ് അങ്ങനത്തെ രീതിയിലൊക്കെ പലപ്പോഴും ഓണത്തിന്റെ ആഘോഷങ്ങൾ വരാറുണ്ട്, ഓണക്കളികൾ വരാറുണ്ട്. പക്ഷെ അത്തരം കാര്യങ്ങൾക്കൊന്നും നമ്മൾ പോറേ ഇല്ല എന്നുള്ളതാണ്. നടന്നു പോകുമ്പോ പോലും ഭയമാണ് വിളിച്ചവര് പറയുമെന്നുള്ള. ഇപ്പോഴൊക്കെന്ന് വെച്ചാൽ ഓണം കഴിക്കുമ്പോ തന്നെ ഞാൻ ആദ്യം ചെയ്യുന്നത് ഇത്തവണത്തെക്കാളും എങ്ങനെ അടുത്ത ഓണത്തിന് നല്ല സാരി ഉടുക്കാം, നല്ല ഞാൻ അപ്പൊ തന്നെ ഓൺലൈനൊക്കെ സെർച്ച് ചെയ്ത് ഇപ്പൊ കുറെ ഓൺലൈൻ അങ്ങനെ സാരി. ശരിക്കും നമ്മുടെ ആഘോഷം തുടങ്ങുന്നത് തന്നെ വളരെ ചുരുക്കം ചില നാളുകളായിട്ടാണ് അല്ലേ? അത് ഓണമാണെങ്കിലും അതോടൊപ്പം തന്നെ ആഘോഷങ്ങളൊക്കെ നമ്മൾ എൻജോയ് ചെയ്യുന്നത് ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാല്. നമ്മുടെ ആ ഒരു എൻജോയ്മെന്റ് കണ്ടിട്ട് ഇപ്പൊ മറ്റുള്ള ആൾക്കാർ അങ്ങനെ ഒരു ഒക്കേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കിയിട്ട് അതുപോലെ ഇപ്പൊ അവര് ഫാമിലിയിലൊക്കെ എല്ലാരും അങ്ങനെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എല്ലാവരും ഹെൽത്തി ചെയ്യുന്നുണ്ട്. അതൊരു
നമുക്ക് അങ്ങനെ ഒരു ചിലപ്പോൾ ഒരു കല്യാണം എന്ന് പറഞ്ഞൊരു സ്വപ്നം ചിലപ്പോൾ സാധ്യമായില്ലെങ്കിൽ എങ്ങനെ നമുക്കത് സന്തോഷിക്കാം. ശ്യാമയുടെ കാര്യത്തിൽ സാധ്യമായി കഴിഞ്ഞ കാര്യമാണ്. നമ്മളിപ്പോ താമസിക്കുന്ന നെയ്ബേഴ്സിന്റെ നമ്മൾ നല്ല എൻജോയ് ചെയ്തതാണ്. കാരണം ഓണം വരുമ്പോൾ തൊട്ടടുത്ത വീട്ടുകാർ വരുന്നു, നമ്മളെ വീട്ടിലേക്ക് വരുന്നു, ഇൻവൈറ്റ് ചെയ്യുമ്പോൾ. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ നോക്കുന്നത് ഒളിച്ചിട്ടായിരിക്കും. പക്ഷെ അതൊക്കെ വലിയൊരു മാറ്റമാണ്. കാരണം നെയ്ബേഴ്സ് വരുന്നു, നമ്മളെ കൂടെ ഇരുന്നൊരു സദ്യ കഴിക്കുന്നു. പിന്നെ അതുകൂടാതെ തന്നെ അവരെന്തെങ്കിലും ഗിഫ്റ്റായിട്ട് കൊണ്ടുതരുമായിരുന്നു. അപ്പൊ അതൊക്കെ ഒരു ഓണ പൂക്കളിടാൻ വേണ്ടിയിട്ടൊക്കെ രാവിലെ കട്ട് ചെയ്യാനൊക്കെ കൂടുതൽ ഫെമിലിയർ ആയി കഴിഞ്ഞു നമ്മളോടൊപ്പം ഉള്ള അത് മാത്രമല്ല നമ്മളിപ്പോ അന്നത്തെ നമുക്ക് കിട്ടാതെയുള്ള ഗിഫ്റ്റുകളായാലും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളൊക്കെ തന്നെ പരസ്പരം അങ്ങോട്ട് കൊടുക്കുകയും വാങ്ങുകയും അതിന്റെ ഒരു സന്തോഷം വളരെ ഓണക്കോടി എടുത്തു കൊടുക്കുന്നു. നമുക്ക് പതിയാണെങ്കിലും അല്ലെ, നമ്മള് ഒരുപാട് പേര് ഒരുപാട് വർഷങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ ആഘോഷിച്ചിരിക്കുന്ന ഒരു സാധനം നമ്മൾ ചുരുങ്ങിയ വർഷം കൊണ്ട് നഷ്ടപ്പെട്ടു പോയ സാധനങ്ങൾ തിരിച്ചു പിടിക്കുന്നില്ല, വളരെ സ്ട്രോങ് ആയിട്ട് തിരിച്ചു പിടിക്കാന്ന് പറയുന്നത്. അത് മാത്രമല്ല ഒരു 100 പേരില് ഇപ്പൊ 90 പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ 10 പേര് കുറ്റം പറയുമ്പോൾ നമ്മളത് കാര്യമാക്കാത്തത്. കാരണം ഇത്രയും ആൾക്കാർ നമ്മുടെ സന്തോഷം കണ്ട് സന്തോഷിക്കുന്നുണ്ട്, നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു 10 പേര് പറയുന്നത് നമ്മൾ മൈൻഡ് ചെയ്യാറേ ഇല്ല. ഇപ്പൊ വന്നിട്ട് നമുക്ക് അങ്ങനെ ആഘോഷിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ കുറഞ്ഞിട്ടുണ്ട് ഏറെക്കുറെ. ഒരുപാട് മാറ്റമുണ്ട്. ഒരു ഡ്രസ് എടുക്കാൻ നമ്മൾ ഏത് ഡ്രസ്സാ എടുക്കുന്നത്? ഇപ്പൊ ഞാൻ ഇന്നലെ ശ്രീമേനെ വിളിക്കുന്ന സമയത്ത് ഞാൻ സെക്രട്ടറി എടുക്കാൻ വേണ്ടി പോയി. ഞാൻ മാറ്റി വെക്കുന്നത് അനുസരിച്ചിട്ട് ഞാനിങ്ങനെ ജസ്റ്റ് സെലക്ട് ചെയ്ത് മാറ്റി വെക്കാം. അപ്പൊ ആ ചേച്ചി അത് എന്നിട്ട് ആ ചേച്ചി പറയും ഞങ്ങൾക്കൊന്ന് സെലക്ട് ചെയ്ത് തരൂ അങ്ങനെയൊക്കെ ചോദിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോണ കടയിലാണെങ്കിൽ ചോദിക്കും, അയ്യോ കുറച്ച് ദിവസമായാലും കണ്ടിട്ട് ഇപ്പൊ ഡ്രസ് ഒന്നും എടുക്കണില്ല, മെറ്റീരിയൽസ് ഒക്കെ നല്ലത് വന്നിട്ടുണ്ട് നോക്കിക്കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല സെലക്ഷൻ അല്ല. പക്ഷെ ഇത്തവണ ഞാൻ വിചാരിച്ചത് എല്ലാ ആൾക്കാരും ചുവപ്പും പച്ച അങ്ങനെ ഒരു കോൺസെപ്റ്റ് ആണല്ലോ പിടിക്കാറ്. അല്ലെങ്കിൽ സെയിം വൈറ്റ് അങ്ങനെയല്ലേ പിടിക്കാറ്. വെറൈറ്റി ആയിരിക്കണം നല്ല. അങ്ങനെ മഞ്ഞ എന്ന് പറഞ്ഞൊരു കളർ അങ്ങനെ ആരും ഇട്ട് കളിക്കുന്ന സമയത്ത് പ്രതീക്ഷിച്ച ഒരു കാര്യം യൂണീക്ക് ആയിട്ട് എന്തെങ്കിലും വെറൈറ്റി ഞാൻ അങ്ങനെയാണ്. ഇനി ആൾക്കാർക്ക് അതൊരു പ്രചോദനമാവട്ടെ. അങ്ങനെയാണ് ഓരോന്ന് പ്രചോദനം. ഇതേ സെയിമില് നമ്മളെ കിളിപ്പച്ചല്ലേ, അത് ശരി പിസ്ത ഗ്രീൻ കുറച്ചുകൂടി ലൈറ്റ്, അത് ഞാൻ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇന്ന് അവിടെ ഇരുന്ന് അല്ല നമുക്കും ആ ഫാഷൻ ഇങ്ങോട്ട് നമുക്കും ഇതാക്കാൻ വേണ്ടി തോന്നാറുണ്ട് പലതും. മനസ്സിലായില്ലേ? ആ കോൺസെപ്റ്റ് കണ്ടിട്ട് നമ്മളെ കണ്ട് മറ്റുള്ള ആളുകളും ഞാൻ മെയിനായിട്ട് നോക്കാറുള്ളത് നമ്മൾ ഒരു ഡിഫറെന്റ് ആയിട്ട് എല്ലാ ആൾക്കാരും പറയും അങ്ങനെ നമ്മൾ നോക്കിയിട്ട് അവരിട്ടത് കൊള്ളാലോ. അത് ഞാൻ ശരിക്കും ഞാൻ ഡിഫറെന്റ് ആയിട്ട് എന്തിടാൻ പറ്റും എന്നുള്ള അങ്ങനെ ഞാൻ നോക്കാറുണ്ട്. ഇപ്പോൾ ഓർണമെന്റ്സ് ആണെങ്കിലും ഇതാണെങ്കിലും എന്തിതാണെങ്കിലും. ഇപ്പൊ തന്നെ ഞാനിങ്ങനെ റെഡി ആവുന്ന തന്നെ എൻ്റെ ഒരു കസിൻ പറഞ്ഞു എന്നും ഇങ്ങനെ മുടി കെട്ടുന്ന നമ്മുടെ എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് സിമ്പിളായിട്ട് മുടി കെട്ടാനും അങ്ങനെയൊക്കെയാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ ഓവറായിട്ട് ഇങ്ങനെ ചിലപ്പോൾ എന്തെങ്കിലും ഷൂട്ടിന് എന്തെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും ഇങ്ങനെ എനിക്ക് നേർവകുപ്പെടുത്തില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരുന്നത്. അത് പിന്നെ നമുക്ക് നമ്മുടെ മുഖം കാണുമ്പോൾ നമുക്കൊരു കംഫർട്ടബിൾ ആണെന്ന് തോന്നണമെങ്കിൽ ചിലപ്പോൾ ആ സമയം ഞാൻ വേറൊരു കാര്യം കണ്ടുണ്ട്. ഈ ബ്രൈഡിനൊക്കെ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് അവർ പറയുന്നുണ്ട് ചേച്ചി ഞാൻ എപ്പോഴും ഇങ്ങനെ മുടി കെട്ടുന്നത് എനിക്ക് അങ്ങനെ കെട്ടിയാൽ മതി എന്ന് പറയാറുണ്ട്. അപ്പൊ ഞാൻ ശരിക്കും ഇവർക്ക് ഈ പുതിയ ട്രെൻഡൊന്നും ആവശ്യമില്ല അങ്ങനെ തന്നെ കെട്ടിയ. കാരണം അവര് നമ്മളെ ഞാൻ എങ്ങനെയായി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഹെയർ ചെയ്യുമ്പോൾ പലരും പറയും ഒന്ന് കേളി ചെയ്ത് നോക്കൂടെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് കൊറ്റത്തൊരു ഫംഗ്ഷൻ വന്നപ്പോൾ ഇപ്പൊ ലാസ്റ്റ് എനിക്ക് സുധി മമ്മി കേള് ചെയ്തിട്ട് സുധി മമ്മി ചെയ്തു തന്നു. അപ്പൊ എനിക്ക് ഭയങ്കര കുറച്ചുകൂടി മുടിക്ക് കുറച്ചുകൂടി വോളിയം സ്ട്രെയിറ്റ് ചെയ്യുമ്പോൾ മുടിയുടെ വോളിയം കുറഞ്ഞു പോകും. പലപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട് ശ്രീമയി ഹെയറിന്റെ ടെക്സ്ചർ മാറ്റുന്നതിന് മുന്നേ ഞാൻ വിചാരിക്കാറുണ്ട് എനിക്ക് ആ മുടിയായിരുന്നു ഞാൻ ഒരിക്കലും മാറ്റില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഹെയറാണ്. മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഈ സ്ട്രെയിറ്റ് ഹെയർ ഉള്ള ആളുകൾ എന്ത് ഈസി ആയിട്ട് മുടി ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അവർ എന്തെല്ലാം അവർക്ക് ചുരുട്ടിയുടെ എന്താണ് അതിന് അതിന്റേതായിട്ടുള്ള പോരായ്മകളുണ്ട്. നല്ല പോലെ ഹെയർ കൊഴിച്ചിലുണ്ട്. പിന്നെ ഈ വർഷത്തെ ഓണം എങ്ങനെയാണ് എല്ലാവരുടെയും? നമ്മളെല്ലാരും ആക്ച്വലി ഞാനും സീമയും ശ്യാമയൊക്കെ ഒരു ഓണം നമ്മൾ ഒരുമിച്ചുണ്ടാവും. ഒന്നോ രണ്ടോ ഓണം ഒരുമിച്ചുണ്ടായിരുന്നു അല്ലേ? സംഘടനയുടെ ഓണാഘോഷം ഉണ്ടായിരുന്നു, സീമയുടെ ഉണ്ടായിരുന്നു. എല്ലാവരും ഉണ്ടാവും.
വീട്ടിലെല്ലാവരും വരും. എൻ്റെ ഓണം എന്ന് പറയുന്നത് വീട്ടിലെല്ലാവരും നമ്മളെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് എല്ലാവരും വരും. പിന്നെ കുറച്ച് സിസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കുറച്ച് ആളുകൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, അവർ വരും. ഇൻവൈറ്റ് ചെയ്യാതെ കുറേ ആൾക്കാർ വരും, നെയ്ബേഴ്സ് ഉണ്ടാവും. അങ്ങനെയാണ് ഇപ്രാവശ്യത്തെ ഓണം പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് എല്ലാവരും കുറച്ച് പ്രോഗ്രാമുകളൊക്കെ ഉള്ളത് കൊണ്ട് ഒരു 2-3 ദിവസം നീണ്ടു നിൽക്കുന്ന ഓണമില്ല, ഒറ്റ ദിവസം കൊണ്ട് ഓണത്തിൻ്റെ. എൻ്റെ കാര്യമാണെങ്കിൽ ഓണം എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര റഷുള്ള സമയമാണ്, വർക്കിനൊക്കെ ഭയങ്കര ഞാൻ ആലോചിച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാല് എനിക്ക് സമാധാനമായിട്ട് സദ്യ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ പറ്റില്ല. കാരണം ഞാൻ തിരുവോണത്തിന് വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇത്തവണ ഞാൻ തിരുവോണത്തിന് മാത്രം വർക്ക് എടുത്തിട്ടില്ല. ബാക്കി എല്ലാ ദിവസവും സെപ്റ്റംബർ 17-ാം തീയതി വരെ, 17-ാം തീയതി രാത്രി വരെ എനിക്ക് വർക്ക് ഉണ്ട്. അപ്പോൾ ആ ഒരു ഓണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആകെ ആ ഒരു ദിവസം നന്നായിട്ട് എൻജോയ് ചെയ്യുക, അമ്പലത്തിൽ പോവുക, രാവിലെ പൂക്കളം ഇടുക. അല്ല ഉണ്ട് 17 കഴിഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ തവണത്തെ 17 കഴിഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഇത്തവണയും ഓണം ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. കാരണം നമ്മൾ അത്രത്തോളം എൻജോയ് ചെയ്തതാണ് വീട്ടിലെ ഓണം. നമ്മളിപ്പോ 4 ദിവസത്തെ ഓണം അല്ലല്ലോ ശരിക്കും. എന്താ പറയാ, ഒരു ശരിക്കും അതിന്റെ ഒരു കോൺസെപ്റ്റ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇത്രയും ഓണം ഉണ്ടെന്നല്ലേ എന്തായാലും ഒരു തവണ തൃശ്ശൂരേക്ക് ഇപ്പൊ ഒരു ഓണം പോകുന്നുണ്ട് 2 വർഷമായിട്ടല്ലേ? രണ്ടാമത്തെ വർഷം കല്യാണം. കഴിഞ്ഞ തവണ തൃശ്ശൂരായിരുന്നു, ഇപ്രാവശ്യം തൃശ്ശൂർ പോണം എന്ന് വിചാരിക്കുന്നു. ചിലപ്പോ അമ്മ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ചിലപ്പോ ഇവിടെ തന്നെ ആയിരിക്കും. തൃശ്ശൂർക്ക് 4 ഓണത്തിന് അന്ന് പുലിക്കളിക്ക് സെപ്റ്റംബർ 1 വരുന്നത്. നമുക്കൊന്ന് പ്ലാൻ ചെയ്യാം. സീമ എവിടെ അന്ന് വർക്ക് നോക്കണം. സെപ്റ്റംബർ 1 എറണാകുളം ഉണ്ട്. എന്റെ ഒരു വിശേഷ ദിവസം എനിക്ക് പണ്ടത്തെ കാര്യങ്ങൾ ഓർമ്മ വരിക. പണ്ട് ഞാൻ കൂട്ടുകുടുംബാണല്ലോ, അപ്പൊ ഡ്രസ്സ് എടുക്കാനൊക്കെ ആയിട്ട് പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചേച്ചി വലിയച്ഛനാണ് ഞങ്ങളൊക്കെ കൊണ്ടുപോവാ. അപ്പൊ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കും ചേട്ടനൊക്കെ ആണുങ്ങളുടെ ഷോപ്പിലേക്ക് കൊണ്ടുപോകും. എനിക്ക് തീരെ താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ അവരുടെ ഇഷ്ടത്തിനുള്ളത് എടുക്കുമ്പോ ഞാൻ അതിന് സജഷനേ പറയാം. പക്ഷെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുക ചേച്ചിക്ക് ഡ്രസ്സ് എടുക്കാൻ പോണതാ. അപ്പൊ കൊറേ കാണാനുണ്ട്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ചേച്ചി എടുക്കും, അതെടുക്കടി, അതെടുത്തോ, നല്ല ഭംഗിയുണ്ടാവും എനിക്ക്. അങ്ങനെ ഞാനായിരിക്കും കൂടുതൽ അവളോട് സജഷൻസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഇപ്പോഴത്തെ ഒരു ഇക്കൊല്ലത്തെ വിശേഷ ദിവസം ഞങ്ങളുടെ അമ്മാമ്മ മരിച്ചിട്ടിരിക്കുക. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഇതിലാണ്. പിന്നെ ഞങ്ങളുടെ ചേച്ചിയുടെ ഉണ്ണി വന്നിട്ടുള്ള ആദ്യത്തെ ഓണം കൂടിയാണിത്. സ്പെഷ്യലാണ്. അതെ അതെ, അങ്ങനെയാണ് കാര്യങ്ങൾ. ഓർമ്മ എന്ന് പറയുന്നത് വീട്ടില് ഡ്രസ്സ് എടുക്കുന്ന അമ്മ ഒരു ഓണത്തിന് ഒരു നൈറ്റ് എന്തെങ്കിലും എടുക്കും. എനിക്കും അച്ഛനും അനിയനും ഒരേ പാറ്റേൺ ഷർട്ടിന്റെ തുണി എടുക്കും. അപ്പൊ നാട്ടുകാരെല്ലാരും നിങ്ങൾ ഇരട്ടകളാണോ എന്ന് അച്ഛനും ഉൾപ്പെടെ ചോദിക്കുക. അല്ല, അത് പണ്ട് കാലത്തൊട്ടെ നമ്മള് ഒരുപോലെ, കാരണം അവർ അടികൂടാതെ എത്ര നമുക്ക് നല്ല കളറാണ് നമുക്ക് അവർ ചൂസ് ചെയ്ത് തന്നാലും നമ്മൾ പറയും കണ്ടോ അവന് നല്ല എടുത്തില്ലേന്ന്. അതില് വേറൊരു കാര്യം കൂടെ ഉണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഒരേപോലെ തുണി എടുത്തു കഴിഞ്ഞാൽ അത്രയും ആവത്തില്ല. പണ്ട് അത്രയും കഷ്ടപ്പെട്ട ഓണമായിരുന്നു സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ തുണി എടുക്കുമായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ ഓണം എന്ന് പറഞ്ഞാൽ ഒരു ഓണം വീട്ടിലായിരിക്കും, തിരുവോണം വീട്ടിലായിരിക്കും. എൻ്റെ ജീവിതത്തിൽ ഒരു തിരുവോണമാണ് ഞാൻ മിസ്സായിട്ടുള്ളത്. സർജറി കഴിഞ്ഞ സമയത്ത് ഞാൻ എൻ്റെ ഒരു സിസ്റ്ററിൻ്റെ കൂടെ ആയിരുന്നു. ബാക്കി എല്ലാ ഓണവും തിരുവോണം വീട്ടുകാരോടൊപ്പമാണ്. പിന്നെ കുറച്ച് നാളായിട്ട് ഓരോരോ സ്ഥലങ്ങളിൽ ഓണം ഉണ്ടാവും. ഇപ്പം സംഘടനയുടെ ഒരു ഓണം ഉണ്ടാവും, സീമയുടെ അവിടെ ഒരു ഓണം ഉണ്ടാവും, വേറെ ഏതെങ്കിലും സ്വത്തുക്കൾ അവിടെ ഒരു ഓണം ഉണ്ടാവും. അപ്പം ഓണത്തിന് ഇപ്പം കുറച്ചുകൂടെ ഒരു വൈവിധ്യവൽക്കരണം ഉണ്ടായിട്ടുണ്ട്. ഞാൻ എൻജോയ് ചെയ്യുന്നത് നമ്മള് ഫാമിലി ആയിട്ട് ഇരുന്ന് ഉണ്ണുമ്പം വേറൊരു വൈബാണ് ഓണം. പക്ഷെ നമ്മളെല്ലാരും കൂടി ഒരു സുഖം. അതെ അതെ, എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി സ്പെഷ്യൽ ആണെന്ന് എപ്പോഴും തോന്നാറുണ്ട്. നമ്മൾ എങ്ങനെയായിരുന്നു നമ്മുടെ കാര്യങ്ങൾ പരസ്പരം സംസാരിച്ചിരുന്നത്, ഹൈഡ് ചെയ്തിരുന്നത് അല്ലേ? അതെല്ലാം ഹൈഡ് ചെയ്യാതെ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു വേദിയോ അല്ലെങ്കിൽ ഒരു ഇടമായിരിക്കും നമ്മൾ ഒത്തുകൂടുന്നത്. സന്തോഷത്തോടെ നമ്മുടെ സഹോദരങ്ങൾക്ക് വിളമ്പി കൊടുക്കുകയും ഒക്കെ അതൊരു പ്രത്യേകത തന്നെയാണ്. അല്ല, എല്ലാവരുടെ തലയിലും നല്ല പൂക്കളുണ്ടല്ലോ. നോക്കുമ്പോ നിങ്ങളുടെ അടുത്തൊന്നും തേനീച്ച വരുന്നില്ല. എന്റെ അടുത്ത് കംപ്ലീറ്റ് തേനീച്ച എന്റെ അടുത്ത്. ഇല്ല ഞാന് അല്ല, എനിക്ക് തോന്നുന്നു ഞാന് സെറ്റ് സാരി ഉടുക്കുമ്പോ, അതിപ്പോ എന്ത് ഒക്കേഷൻ സെറ്റ് സാരി ഉടുക്കുമ്പോ ഞാന്, കാരണം നമ്മളെ കേരള സാരി എന്ന് പറയുമ്പോൾ അതിന് റെസ്പെക്ട് കൊടുക്കുന്ന പോലെ ഞാൻ കുളിച്ചിട്ടേ ഞാൻ ഉടുക്കാറുള്ളത്. ഇപ്പൊ അമ്പലത്തിൽ തന്നെ പോകണമെന്നില്ല, അല്ലെങ്കിൽ കൂടി എനിക്ക് അതിനോട് എനിക്ക് ഭയങ്കര അതുകൊണ്ട് അങ്ങനെയില്ല, ഞാൻ കുളിച്ചിട്ടേ ഉടുക്കാറുള്ളൂ.
ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമ്മളിങ്ങനെ വീട്ടിൽ ഒതുങ്ങിയിരിക്കില്ല. ഇപ്പൊ ഓണം ഒരു 10 ദിവസം ഉണ്ടെങ്കിലും 10 ദിവസം നമ്മൾ പുറത്തായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ പല പ്രോഗ്രാമുകളും കാര്യങ്ങളും. ഒരു ദിവസം തന്നെ 3 പ്രാവശ്യമൊക്കെ ഓണത്തിന്റെ സെലിബ്രേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ജോലിക്കൊക്കെ പോണവരാണെങ്കിൽ കുറച്ച് ദിവസത്തിൽ ലീവ് ഉണ്ടാവുള്ളൂ ഓണത്തിന്റെ സമയത്ത്. ബാക്കിയുള്ള ദിവസമൊക്കെ നമ്മുടെ വർക്ക് സ്പേസിലെ ഒരു ഓണം കൂടെ ഓണ സെലിബ്രേഷൻ. പിന്നെ മെയിൻ ആയിട്ട് ഓണത്തിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് വിവിധതരം പായസങ്ങളുണ്ടല്ലോ. ഓണം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെയൊക്കെ മനസ്സിൽ ആദ്യം വരുന്നത് ഈ അടുത്ത വീടുകളിൽ നിന്നൊക്കെ പോയിട്ടും അതിന്റെ പുറത്തൊക്കെ തലേ ദിവസം മൊട്ട പറിച്ചോണ്ട് ചെമ്പരത്തിപ്പൂവിന്റെ മൊട്ട പറിച്ചോണ്ട് പിന്നെ ഓരോ വീടുകളിലേക്ക് പൂക്കളം കാണാനായിട്ട്. ആർക്കാ വരയ്ക്കാനുള്ള കഴിവ്? എല്ലാവർക്കും പൂക്കൾ ഇട്ടു. അതെ അതെ. നമ്മുടെ അവിടെ അസോസിയേഷൻസ് ഉണ്ട്, കുറേ സംഘടനകളുണ്ട്. അപ്പോൾ ഇവർ കമ്മ്യൂണിറ്റികൾ വന്നിട്ട് ഈ പൂക്കള മത്സരത്തിലൊക്കെ പങ്കെടുക്കുക എന്ന് പറയുന്നതും പിന്നെ അതുപോലെ തന്നെ അപ്പോൾ അവർ കുറേ നമ്മളെ വിളിക്കും. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരു 3-4 ഈ പൂക്കള മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തു. അപ്പോൾ നമ്മൾ തന്നെയായിരുന്നു ഭയങ്കര അവിടെ മെയിൻ. അല്ല പണ്ട് നേരക്ക് തുമ്പി തുള്ളി അതിനെങ്ങാട്ടി വലിയ ചരിത്രമുണ്ട്. ഇല്ല, പണ്ട് ജനറൽ പാർക്കിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതിന് സെയിമായി വന്നിട്ടുണ്ടായിരുന്നു. അതൊരു 1.5 അവിടെ. പക്ഷെ എന്താ ഓണം പക്ഷെ പലപ്പോഴും ഈ പുലിക്കളി എന്ന് പറയുന്നത് ചിലപ്പോൾ എനിക്ക് ബോഡി ഷേമിംഗ് ആയിട്ട് തോന്നാറുണ്ട്. അല്ല ശരിക്കും പറഞ്ഞാലേ ഈ പുലികളിക്ക് വേഷം കിട്ടുന്ന ആൾക്കാരെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും റെസ്പെക്ട് ചെയ്യുകയും അവരെ ആസ്വദിക്കുകയും ചെയ്യുന്ന ദിവസം ആ സമയം മാത്രമേ. അവരുടെ നല്ല ദിവസമാണെങ്കിൽ നല്ല പുലിയാവണമെങ്കിൽ വലിയ വയറ് വേണം. എന്നാൽ അല്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ അങ്ങേയറ്റം മോശമായിട്ട് ബോഡി ഷേപ്പ്. പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഈ പുലികളിയുടെ ഒരു പ്രത്യേകത പറഞ്ഞുതരാം. അന്ന് കമ്മ്യൂണിറ്റികൾ ഓരോ ദേശത്തുനിന്ന് വരുന്ന വരവിന്റെ കൂടെ നമ്മുടെ കമ്മ്യൂണിറ്റികളൊക്കെ ഉണ്ടാവും ഡാൻസ്. ഒരു സമയത്ത് ഭയങ്കര ഒരു 6-7 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. വെറുതെ ഡാൻസ് ഒന്നും അറിയില്ലെങ്കിലും വെറുതെ പോയതാ. പക്ഷെ എല്ലാവരും ഡാൻസ് ഒക്കെ അറിയാം, അതൊക്കെ എനിക്കറിയാം. അദ്ദേഹം പറയുന്നില്ല ഇങ്ങനെ ഞാന് ഈ ചെറുതിലേക്ക് നമ്മള് ടിവിയിലൊക്കെ കാണില്ലേ, അങ്ങനെ ചെറുതിലേക്ക് ഞാൻ ഒരുപാട് കട്ടൻ ചായ കുടിക്കുന്ന കേട്ടിട്ടുണ്ട്. ചെറുതില് ഒരുപാട് ഇങ്ങനെ കട്ടൻ ചായ കൂടുതൽ കുടിക്കാറുണ്ട്. അപ്പൊ എനിക്ക് കുറച്ച് വയറിങ്ങനെ ബലൂൺ പോലെ ഇങ്ങനെ ഉണ്ടായിരുന്നു. ബലൂൺ പോലെ ഇങ്ങനെ സ്റ്റിക്കറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വലിയ വയറൊക്കെ ആയിട്ട്. അപ്പൊ അതുകൊണ്ട് കണ്ണാടിയിലെ മുന്നിൽ നിന്ന് ഞാൻ പുലിക്കളി വയറിങ്ങനെ ഇളക്കുമല്ലോ അവര്. പക്ഷേ ഈ ഓണത്തിന്റെ സമയത്തൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പണ്ടായിരുന്നെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കമ്മ്യൂണിറ്റികളെ വെറുതെ കളിയാക്കാൻ വേണ്ടി മാത്രം ഡാൻസ് കളിക്കാൻ വേണ്ടി ഒരു സാഹചര്യമായിരുന്നു അന്ന്. പക്ഷെ ഇന്ന് നേരെ മാറി. കാരണം പ്രൊഫഷണൽ ലെവലിലേക്ക് കമ്മ്യൂണിറ്റികൾ വരാൻ തുടങ്ങി. പിന്നെ ട്രൂപ്പ് അവരൊക്കെ ഒരു ഇപ്പൊ തൃപ്പൂണിത്തുറയിലെ അത്തച്ചമ്മയല്ലേ, അതില് ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പണ്ട് തന്നെ ഈ കല്യാണം കഴിച്ച സമയത്ത് ചെറുക്കന്റെ ഫ്രണ്ട്സ് കളിയാക്കാൻ കൊണ്ടിട്ട് നമ്മളവിടെ തിരൂരിലും അതുപോലെ തന്നെ കോഴിക്കോട് ഏരിയയിലൊക്കെയുള്ള കമ്മ്യൂണിറ്റിയോട് ഞാൻ പറയുന്നത്. കാരണം നമ്മൾ പോയിട്ട് അതൊരു ത്രില്ലാക്കി എടുക്കരുത്. കാരണം നമ്മളെ ഈ കല്യാണത്തിന് പോയിട്ട് ഇങ്ങനെ ഇവരെ കളിയാക്കുമ്പോ ഈ ചെറുക്കന്റെ കൂടെ നടക്കുമ്പോ നമ്മളൊരു ഒരു പരിഹാസ കഥാപാത്രം പോലെ നിന്നു കൊടുക്കുക. അത് ഭയങ്കര മോശം. അപ്പൊ ഞാൻ എപ്പോഴും പറയും, നിങ്ങളിങ്ങനെ ഉള്ളൊരു നമ്മളെ കളിയാക്കാനും അല്ലെങ്കിൽ നമ്മുടെ ഒരു നമ്മളെ കളിയാക്കാനുള്ള സാഹചര്യം നമ്മളെ ഇട്ട് കൊടുക്കും. പക്ഷെ അവരൊരു ഉപജീവന മാർഗം എന്നുള്ള രീതിയിലാണ്. പക്ഷെ അവർക്ക് വേണമെങ്കിൽ വേറെ രീതി ചെയ്യാം. നമ്മുടെ ഡാൻസ് പ്രോഗ്രാം പോലെ വെച്ചിട്ട് നല്ല രീതിയിൽ കാണിക്കാം. അതൊക്കെ അത് കാണിക്കാം. ഇതെന്താ ഒരു സെന്നെ വിളിച്ചില്ല, അത് ഞാൻ ചോദിച്ചു അതെ നമുക്ക് 2-3 പേരെ കിട്ടുമോ? എന്താ ഒരു പ്രോഗ്രാം എന്ന് വെച്ചാൽ 3 പേരെ വെച്ചാൽ ഒരു പ്രോഗ്രാമാണുള്ളത്. ഞാൻ പറഞ്ഞ
അത് എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. അപ്പോൾ അവൻ്റെ കൂടെ ഒന്ന് നടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയാൻ A to Z വരെയുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. വെക്കൽ പോകണമെന്ന് പറഞ്ഞു. അല്ല അത് കളിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്, പക്ഷെ അത് റെസ്പെക്ടോടെ ചെയ്യാമായിരുന്നു. അതുമല്ല ഞാൻ പലപ്പോഴും നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ മേക്കപ്പിനെ പറ്റിയിട്ട് ഇങ്ങനെ പറയണം, ഞാൻ പലപ്പോഴും കണ്ടിട്ട് മേക്കപ്പിനെ പറ്റിയിട്ട്. പക്ഷേ ഈ പറയുന്നവരൊന്നും മനസ്സിലാക്കുന്നില്ല, നമ്മൾ അത്രയും ഒരു പെണ്ണായിട്ട് അത്ര മാറാൻ വേണ്ടി ചേഞ്ച് ചെയ്യാൻ വേണ്ടി അത്ര ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് നമ്മൾ എങ്ങനെയൊക്കെ നമ്മുടെ മുഖത്ത് നമ്മുടെ ശരീരത്തിൽ മാറ്റങ്ങൾ വരുത്താന്ന് അങ്ങനെ ഉണ്ട് മേക്കപ്പ് ചെയ്യുന്നത്. അതൊരിക്കലും മറ്റു പുറമേ നിന്ന് ഒരാളുടെ സൈഡിൽ നോക്കുമ്പോൾ അത് തെറ്റാണെന്നേ തോന്നുള്ളൂ. പക്ഷെ നമ്മുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അതാണ് നമുക്ക് ശരി. നമ്മൾ വിവാഹം എന്ന് പറയുന്ന ആ ഒരു സമയത്ത് ഏതൊരു പെൺകുട്ടിയും നല്ല മനോഹരമായിട്ട് ഇരിക്കാന്ന് ആഗ്രഹിക്കുന്നതാണ്. പെൺകുട്ടി മേക്കപ്പ് ചെയ്യുന്നില്ലേ, നന്നായിട്ട് മേക്കപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ ഒരു മേക്കപ്പ് അഴിക്കുമ്പോൾ അവരെ ഭയങ്കരമായിട്ട് ബോഡി ഷെയിം ചെയ്യാറുണ്ട് മറ്റുള്ള ആൾക്കാർ. നമ്മളെപ്പോഴും നന്നായിട്ട് ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ, മറ്റുള്ളവർ മുമ്പിൽ നമ്മളെ നന്നായിട്ട് എക്സിബിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മള് നാച്ചുറലി നമ്മൾ കാണുന്നത് കുറച്ചുകൂടി ഇതാണല്ലോ. അപ്പൊ നിങ്ങൾ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോ ഹൈഡ്രോളിക് ഫേഷ്യൽ ഉള്ളതുപോലെ അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് കുറച്ച് നാൾ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവും. പിന്നെ നമ്മളെ ഡ്രസ്സിന്റെ കാര്യം തന്നെ പറട്ടെ സീമ, നമ്മളിപ്പോൾ പലരും ചോദിക്കും നിങ്ങൾ എങ്ങനെ ഇത്ര ഭംഗിയായിട്ട് സാരി കൊടുക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്. പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുപ്പം മുതൽ ഈ പെണ്ണാവാനുള്ള നമ്മൾ ഓരോ ശരിക്കും ഈ ഡിസ്പ്ലേക്ക് കിടക്കുന്ന ഡ്രസ്സുകൾ മെയിൽ ഡ്രസ്സുകളായിട്ടുള്ള ഫീമെയിൽ ഡ്രസ്സൊന്നും ഇല്ല, അങ്ങനെ എങ്കിലും പറയാണ്. നമ്മൾ അതല്ലല്ലോ നമ്മൾ വാശി, ഒരു ഡിസ്പ്ലേയിൽ ഒരു നല്ലൊരു സാരി കിടക്കുന്ന, ഒരു ചുരിദാർ ടോപ്പ് കിടക്കുന്നുണ്ട്. പക്ഷേ ഇതുപോലെ പറയുമ്പോൾ തന്നെ നമ്മുടെ ഓരോ കാര്യങ്ങളും അത് നന്നായിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് പറയുകയും മാറിയെന്ന് കളിയാക്കുന്ന ആൾക്കാരുണ്ട്, ഭയങ്കരമായിട്ട് കളിയാക്കുന്ന ആൾക്കാരുണ്ട്. അല്ല ഇപ്പം ഈ ചിരിക്കുന്നതിൽ തന്നെ രണ്ട് ചിരിയുണ്ട്. ഒന്ന് കളിയാക്കി ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ കാണുമ്പോൾ നമ്മളിപ്പോൾ നടന്നു പോകാന്ന് വിചാരിച്ചോളൂ, ഒരു എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോകുകയാണെന്നിട്ട് തന്നെ ഒരാളെ ഫോണിൽ കാണിച്ചു കൊടുക്കും. അവർ കണ്ടിട്ടുണ്ടാവില്ല, ഒരാളെ കണ്ടിട്ടുണ്ടാവുള്ളൂ. ആ ഗ്രൂപ്പിന് മൊത്തം വിളിച്ചു നോക്ക് എന്താണ് നമ്മുടെ കഴിവിനെ അംഗീകരിക്കുന്ന ഇടങ്ങളുണ്ട് കേട്ടോ, നമ്മുടെ കഴിവിനെ അംഗീകരിക്കുന്ന ഇടങ്ങളുണ്ട്. പക്ഷെ അത് മാത്രം നമ്മൾ അനുവദിക്കാൻ പാടില്ല. ഇപ്പൊ കഴിവുള്ളവരെ മാത്രം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. അധികം കഴിവില്ലാത്ത സാധാരണയായിട്ടുള്ള ട്രാൻസ് വ്യക്തികൾക്കും ലൈഫ് ജീവിക്കാൻ നമ്മളുടെ ഇടയിലുണ്ട്. പക്ഷെ അവർക്ക് മുഖ്യധാരയിലേക്ക് വരാനുള്ള ബുദ്ധിമുട്ടുകൾ. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞാൽ നമ്മളുടെ ഇടയിലുള്ള എപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് എത്ര മോശമായിട്ട് എത്ര ഇതായി അതിനെയൊക്കെ എടുത്ത് കാണിക്കാനാണ് ആൾക്കാർ ഒരുപാട് നന്നായിട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിനെയൊന്നും ഒരു ഇപ്പൊ ക്യാൻറ്റീൻ നടത്തുന്നവര് അല്ലെങ്കിൽ ഒരു ചെറിയൊരു തട്ടുകടയാവട്ടെ അത് നടത്തുന്നവരൊക്കെ ഒരുപാട് ആളുകളുണ്ട് നമുക്കിടയിൽ. പക്ഷെ അതൊന്നും ഞാൻ ഒരിടവും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. അല്ലാതെ മോശമായിട്ട് അവര് റോഡിൽ നിന്നും അവരവിടെ ഇതൊക്കെ കാണിക്കാൻ പറയുന്ന സാഹചര്യത്തിലും ഇപ്പം നമ്മൾ ഒരുപാട് മാറി. നമുക്കിപ്പോൾ ഒരുപാട് തൊഴിലുകൾ അല്ലെങ്കിൽ ട്രെയിനിങ്ങുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് പതിയെ മാറ്റിയെടുക്കാനേ പറ്റുള്ളൂ എല്ലാം. ഇപ്പോൾ ഓണം സെലിബ്രേഷൻ തന്നെ വെച്ച് നോക്കിയാൽ ഇപ്പം നമ്മളിപ്പോൾ കുറച്ച് പേർക്ക് നമ്മൾ എവിടെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോകാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഓക്കെ ശരി നമ്മൾ എന്നുള്ളത്. പക്ഷെ ചിലവരെ വിളിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ അവർ നമ്മളിരിക്കുന്ന ഇടത്തിൽ മാത്രം വരാൻ അവർക്ക് എന്ത് ചെയ്യുള്ളൂ ഉള്ളൂ. അത് അവരിപ്പോഴും പണ്ട് അനുഭവിച്ച ആ ട്രോമ അവരുടെ മനസ്സിലുള്ളത് കൊണ്ട് മാത്രമാണ്. ആഘോഷങ്ങളിൽ പങ്കെടുക്കുമ്പോഴും അവർ ചിലപ്പോൾ ചിലവരുടെ മുഖത്ത് ഭയങ്കര ഒരു സാഡായിട്ടിരിക്കുന്നത്. അത് ചില സമയത്ത് ഞാൻ ചോദിക്കും എന്തിനും നിങ്ങൾ ഇത്രയും ചിരിച്ച് കളിക്കുമ്പോൾ എന്താണ് ശരിക്കും നമുക്കറിയും ഓണത്തിൻ്റെ ഒരു ഫംഗ്ഷൻ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിലിരിക്കണമെങ്കിൽ 2-3 പേര് മാറിയിരിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഇപ്പം നമ്മുടെ വീട്ടിൽ എങ്ങനെ ഇരിക്കൂലേ, പൂടുണ്ടാവോ, ഭക്ഷണം കഴിക്കുന്നുണ്ടാവോ. ബോഡി ഷേമിങ്ങിനെ പറ്റി പറയുമ്പോഴും ജെൻഡർ ഡിസ്ക്രിമിനേഷൻ പറയുമ്പോഴും ഏറ്റവും കൂടുതൽ നേരിടുന്നത് നമ്മളാണ്. ഈ രണ്ടും നമ്മൾ നേരിടുന്നുണ്ട് അല്ലേ? നമ്മൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഒരുപാട് നേരിടുന്നുണ്ട്. കാരണം ആൾക്കാര് മാക്സിമം നമ്മളെ പറയേണ്ട അത്രത്തോളം എന്നുവെച്ചാൽ എല്ലാ ആൾക്കാരും അല്ല, ഒരുപാട് ആൾക്കാർ സ്നേഹിക്കുന്നവർ ഒരുപാട് പേരുണ്ട്, പക്ഷെ കമ്മ്യൂണിറ്റികൾ ശരിക്കും അനുഭവിക്കുന്ന ഒരു വേദന അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ സമൂഹത്തിൽ ആരും അറിയില്ല. പുരുഷന്മാരെക്കാൾ കൂടുതൽ നമ്മളോട് കൂടുതലൊന്നും സംസാരിക്കാനും നമ്മളടുത്ത് ഇടപെടാനും ഒക്കെ സ്ത്രീകളാണ്. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? പുരുഷന്മാർ എൻജോയ് ചെയ്യുന്ന അത്രയും ഒരു ഫ്രീഡമോ സോഷ്യൽ അക്സെപ്റ്റൻസോ സ്ത്രീകൾക്കില്ല ഇപ്പോഴും. അപ്പൊ സ്ത്രീകൾക്ക് അറിയാം നമ്മൾ അനുഭവിക്കുന്ന വിഷമം എത്രത്തോളം. കാരണം സ്ത്രീകൾ ഇപ്പോഴും ഒരു ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറഞ്ഞ തലത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അവർക്കറിയാം നമ്മൾ എത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് കൂടുതൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ. ഇപ്പൊ നമ്മുടെ ഫാമിലി തന്നെ നമ്മൾ ആദ്യം അംഗീകരിക്കാൻ സാധിക്കുന്നത് നമ്മുടെ അമ്മയ്ക്കായിരിക്കും അല്ലെ? ഈവൻ നമ്മുടെ അച്ഛനോ സഹോദരനോ ഒന്നും അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ അമ്മമാർക്ക് നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ. പക്ഷേ വേറൊരു കാര്യം കേട്ടോ, എന്റെ അനിയന്റെ കാര്യം പറയുകയാണെങ്കിൽ അവൻ ഞാൻ എന്ന് ചേഞ്ച് ആയോ അന്ന് മുതൽ ഇന്ന് വരെയും ചേച്ചി എന്നാണ് വിളിക്കുന്നത്. അവന്റെ കൂട്ടുകാരോട് പറയുമ്പോഴോ അവൻ അതിനൊരു ഷെയിമോ അങ്ങനെ ഒന്നും ഇതുവരെ കണക്കാക്കാതെ ഞാൻ തന്നെ ഒരു ദിവസം എന്റെ വീട്ടിൽ തന്നെ എന്റെ റൂമിൽ എന്റെ ഫോൺ വെച്ച് ഞാൻ മറന്നായിരുന്നു. അന്നേരം ഞാൻ ഇതുപോലെ അവനെ വിളിച്ചിങ്ങനെ പറഞ്ഞു. എന്റെ ഫോണിൽ വന്ന വഴിക്ക് ഞാൻ 2 വീലറാണ് ഓടിച്ചു വന്നത്. അപ്പൊ
നിലത്ത് എവിടെ പോയി എന്ന് പറഞ്ഞാൽ അവന് ഫ്രണ്ട്സും കൂടെ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ ഞാൻ അന്നാണ് കേൾക്കുന്നത്. അവൻ ഇങ്ങനെ ഒരു ഫ്രണ്ടിനോട് വിളിച്ച് പറയാണ് എൻ്റെ ചേച്ചിയുടെ ഫോൺ എവിടെ പോയി. അപ്പൊ ഞാൻ ചോദിച്ചു അവൻ അങ്ങനെ വിളിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇന്നും അത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷമാണ് നമ്മളെ പോലെ. പക്ഷെ അങ്ങനെ മനസ്സിലാക്കുന്ന സഹോദരങ്ങളുണ്ട് നമുക്ക്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും സഹോദരങ്ങളുണ്ട്, നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന സഹോദരങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ ചിലയിടങ്ങളിൽ സഹോദരങ്ങളാണ് ഏറ്റവും കൂടുതൽ എതിർപ്പായിട്ട് വരുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ല, അത് എന്തുകൊണ്ടാന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കാരണം സൊസൈറ്റി എന്ത് പറയുന്നു, ഇപ്പൊ നമ്മളെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞു, അടുത്തുള്ള വീട്ടുകാരെന്ത് പറയും, അല്ലെങ്കിൽ നാട്ടുകാരോട് ഞങ്ങൾ എന്ത് പറയും, നാട്ടുകാരോട് ഞങ്ങൾ എന്ത് പറയും, നീ ഇങ്ങനെയാണെന്നുള്ളത് നമ്മളെ വീട്ടുകാർ നമ്മളോട് സംസാരിക്കുമ്പോൾ അവർക്ക് അപ്പോഴും അംഗീകരിക്കാൻ ഞാൻ നിങ്ങളുടെ സംസാരത്തിനിടയിലായി പോയതാണ്. നാട്ടുകാര് സംസാരം കിട്ടുമ്പോൾ ഞാൻ ലയിച്ചിട്ട് നമ്മള് അപ്പൊ നാട്ടുകാരെന്ത് പറയുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ കാര്യം വീട്ടുകാർ നോക്കുന്നത്. പിന്നെ ഇപ്പൊ നമ്മളിപ്പോൾ അടുത്ത് ഞാൻ പഠിച്ച സ്കൂളിൽ എന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് മാനസികമായ വിഷമം ഉണ്ടാക്കിയത് ഞാൻ പഠിച്ച സ്കൂളാണ്, കാലിക്കറ്റിൽ ഹൈസ്കൂളിൽ. ഞാൻ അവിടെ ഗസ്റ്റായിട്ടാണ് പോയത്. ഇപ്പം അവിടുത്തെ ഒരു നമ്മുടെ സ്കൂളിൽ ഞാൻ പഠിച്ച സ്കൂളിൽ. അപ്പോൾ അത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കളിയാക്കിയ ആളുകൾ പോലും വിശിഷ്ട അതിഥി എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ ചെല്ലുമ്പോൾ അതിനൊക്കെ ഭയങ്കര ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ക്ഷാമയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പഠിച്ച സ്ഥലങ്ങളിലേക്ക് തന്നെ കോളേജ് യൂണിയൻ നമുക്ക് ക്ലാസ്സിലിരുത്തി അപമാനിച്ച അധ്യാപകരില്ലേ, അവരെ മുന്നിൽ അധ്യാപകരെ അങ്ങോട്ട് നേരിട്ട് എന്റെ വീടിന്റെ മുന്നിലത്തെ ജംഗ്ഷനിൽ ഇത്തവണ എനിക്ക് ഭയങ്കര അത്ഭുതമായി. എന്നെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ട് എന്റെ വീടിന്റെ മുന്നിലത്തെ ആ ജംഗ്ഷനിൽ പുസ്തക വിതരണം, അതിന്റെ ഡിവൈഫൈഡ് അതിന്റെ പ്രോഗ്രാമിന് വിളിച്ചിട്ട് ഗസ്റ്റായിട്ട് വിളിച്ചിട്ട് അതിന്റെ മുന്നിൽ കടകളും ഒക്കെ ഉള്ള സ്ഥലമാണ്. അതിന്റെ മുന്നിൽ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോൾ ഇതിൽ പരം കളിയാക്കൽ ഞാൻ ഇതിൽ കൂടുതൽ കേട്ടിട്ടില്ല. അങ്ങനെ കേട്ട സ്ഥലത്ത് ഞാൻ എന്റെ ആഗ്രഹിച്ച അതേ സ്വത്വത്തിൽ വന്നിരുന്ന് ഗസ്റ്റായിട്ട് വേദിയിലിരുന്ന് സംസാരിക്കാനും ഒക്കെ ആ ഒരു ഇതുണ്ട്. എനിക്ക് ഭയങ്കര അല്ല, ഇപ്പൊ നമ്മളിങ്ങനെ ഇരുന്ന് പൂക്കളിടുന്നു. പണ്ട് നമ്മളെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഇതുപോലെ പൂക്കളെടുക്കാൻ നമ്മൾ ആ പാത്രമിടാൻ വേണ്ടി സമയം നമ്മൾ അവരെല്ലാവരും ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ നടുവിൽ വന്നിരുന്ന് കഴിഞ്ഞാണെങ്കിലും അതെന്തെങ്കിലും പറയും. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ അന്നൊക്കെ ഒരു ആഘോഷം. നമ്മുടെ നാട്ടിൽ പൂക്കളിടുന്നത് ഈ ആണുങ്ങളുടെ കുത്തകയായിട്ടാണ്. അതായത് ഒരു ജംഗ്ഷനിൽ ഇങ്ങനെ ഇതാക്കിയിട്ട് വെളുപ്പാൻ കാലത്ത് പയ്യന്മാർ ചെന്നിട്ട് ഇങ്ങനെ പൂക്കളിടാറുണ്ട്. അവിടെ നിന്ന് പോകുമ്പോൾ നമുക്ക് പറ്റില്ല. ഞാൻ എന്റെ വീട്ടിൽ തന്നെ പൂക്കളിടും. അതിന് എന്തെല്ലാം കളിയാക്കല് നമ്മൾ അനുഭവിച്ചിട്ടുണ്ടെന്ന് അറിയുമ്പോൾ, അതായത് നമ്മളെന്താ ഒരു പെൺകുട്ടിയാണ് അല്ലെങ്കിൽ പെൺകുട്ടികളെ പോലെ ഉള്ള അങ്ങനത്തെ ഒരു ക്യാരക്ടറുള്ള ആളായതുകൊണ്ടാണ് ഇങ്ങനെ പൂക്കളിടുന്നത്. കാരണം അവിടെ നിന്ന് ഒരു 5-6 വർഷം മുമ്പ് നമ്മുടെ ഫാമിലിയില് അല്ലെങ്കിൽ നമ്മൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കല്യാണങ്ങൾ ഉണ്ടാവില്ല. അതൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്കൊരു ടെൻഷൻ ആയിരുന്നു. ഈശ്വര എങ്ങനെ അവരുടെ ഇടയിൽ അതുപോലെ എനിക്ക് ഏറ്റവും വിഷമമായിട്ടുള്ളത് എന്റെ ഫാമിലിയിൽ തന്നെ ഒരുപാട് കല്യാണങ്ങൾ അതൊരു ഭാഗ്യമായി കൂട്ടിയാൽ മതി. അല്ല എന്നെ പിന്നെ വലിയ താല്പര്യം കാണിക്കാറുണ്ട്. കല്യാണത്തിനൊക്കെ കല്യാണങ്ങളുണ്ട്. കയ്യിലുള്ള കാശ് കൊടുക്കേണ്ട, എന്നാൽ കൂടി ഞാൻ വിളിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരുപാട് കല്യാണങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഫംഗ്ഷൻ ഒന്നും ഞാൻ അധികം ഒന്നും അല്ല, അവരൊക്കെ നമ്മളോട് ചെയ്ത ചെയ്തികൾ നോക്കുമ്പോ നമുക്ക് ചിലപ്പോ പോവാൻ തോന്നുന്നു. ശരിക്കും കാര്യം ചോദിക്കട്ടെ, ഓണത്തിന് ആരൊക്കെ തുമ്പി തുള്ളിയിട്ടുണ്ട്? അത് പറ. ഞാൻ തുള്ളിയിട്ടില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം, സമയം ഒരുപാടായി. അത്തപ്പൂ പെട്ടെന്ന് തീർക്കണം, പരദൂഷണം പിന്നെ മോളെ. ഒന്നാമത്തെ എന്താ പറയുക സീമോ, നമ്മള് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഒരുപാട് റിലവന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ സംസാരിച്ചു. നമ്മുടെ ഈ പൂക്കളവും നമ്മുടെ സംസാരവും ഒക്കെ ആണെങ്കിലും നമ്മുടെ സംസാരത്തിനിടയിൽ വന്നിട്ടുള്ളതെല്ലാം ഈ സോഷ്യൽ സ്റ്റിഗ്മയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ്. അത് കാണുന്ന പ്രേക്ഷകർക്കും സത്യം പറഞ്ഞാൽ അത് അവരെയും തിരുത്താൻ വേണ്ടി ഇത് ഉപയോഗപ്പെടാവട്ടെ എന്ന് വിചാരിക്കുകയാണ്. അല്ല, പക്ഷെ എന്താ പറയുക, ഒരുപാട് മാറ്റങ്ങളുണ്ട്. പണ്ടൊക്കെയാണ് ഒരുപാട് മാറ്റങ്ങളുണ്ട്. പലവരും നമ്മളോട് സംസാരിക്കും. അതല്ല, ഒരുപാട് മാറ്റങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു വ്യക്തമായ കുറെ ജെൻഡറുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ അതുപോലെ പണ്ടൊക്കെ ഞാനും എനിക്ക് തോന്നുന്നു കമ്മ്യൂണിറ്റിയിലുള്ള വേറൊരു വ്യക്തിയും ആണ് ഈ ഹെയർ ഒക്കെ ഉണ്ടായിരുന്നതും അങ്ങനെ ഇതായിട്ടും ഞങ്ങളെയൊക്കെ കാണുമ്പോൾ റോഡിലേക്ക് കാണുമ്പോൾ ഓടും. സോഷ്യൽ സ്റ്റിഗ്മയാണ്, ഭയമാണ്. കാരണം നമ്മൾ ഓൾറെഡി മെയിലായിട്ട് നടക്കുന്നു. അപ്പൊ അവരെ കാണുമ്പോൾ നമ്മളെ കൂടെ സൊസൈറ്റി ഭയങ്കരമായിട്ട് അതില്ലെന്ന് വെച്ചാൽ നമ്മൾ പേടിച്ചോടും. ഞങ്ങളെ കൂടെ നടന്ന് അങ്ങോട്ട് ആടി പാടിയിട്ടുണ്ട്. പിന്നെ കുറച്ചു കാലം കഴിയുമ്പോൾ ഞാൻ താമസിക്കുന്നത് സിറ്റിയിൽ നിന്ന് വളരെ അടുത്താണ്.
അപ്പം ഈ ബന്ധുക്കളാണെങ്കിലും അല്ലെങ്കിൽ വീട്ടുകാരാണെങ്കിൽ പോലും ചിലപ്പോൾ കണ്ടേക്കാവുന്ന സാഹചര്യങ്ങളുണ്ട്. എന്നിട്ട് പോലും ആടിപ്പാടി നടന്നതിനൊന്നും കണക്കില്ല. ആ രീതിയിൽ അത് ശരിക്കും എത്ര സമയങ്ങളിലാണ് നമുക്ക് തുറന്ന് സംസാരിക്കാൻ പറ്റുക? ഞങ്ങൾ കോളേജിൽ ഒരേ സമയത്ത് പഠിക്കുന്നത്. ഞാൻ ഗവൺമെന്റ് ആർട്സ് കോളേജിൽ, ശ്യാമ യൂണിവേഴ്സിറ്റി കോളേജിൽ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആൺകുട്ടികളായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് പേടിച്ചായിരിക്കും. വൈകുന്നേരം ഒരു 4:30 ഞാനും ശ്യാമയും കൂടെ മ്യൂസിയം ഭാഗത്ത് എത്തും. എന്നിട്ട് ഞങ്ങളായിട്ട് അങ്ങ് നടക്കും. പക്ഷെ അതേപോലെ തന്നെയായിരുന്നു കോഴിക്കോട് മാനാഞ്ചിറ. കമ്മ്യൂണിറ്റികൾക്ക് എല്ലാവർക്കും വന്ന് അതുമല്ല എല്ലാ വൈകുന്നേരവും ശ്യാമ ക്ലാസ് വീട്ടിലേക്ക് വരും, നമ്മള് ഫുഡ് ഉണ്ടാക്കും, നമ്മള് വൈകുന്നേരം ചായയൊക്കെ കുടിച്ച് ഒരു 6-7 മണിയാകുമ്പോഴത്തേക്ക് നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങും. ശരിക്കും പറഞ്ഞാലേ നമ്മുടെ സന്തോഷം. അതെ, വെച്ചാൽ നമുക്ക് സംസാരിക്കാൻ പറ്റുക, എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാൻ ആരോടൊപ്പം പോകുന്ന ചോദിച്ചാൽ വീട്ടുകാരൊന്നും ഒരുമിച്ച് പോകാനൊന്നും പറ്റത്തില്ല. അപ്പൊ നമ്മള് പരസ്പരം സമാധാനവും സന്തോഷവും ഒക്കെ ആ രീതിയിൽ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ എന്റെ ക്ലാസ്സിലുണ്ട്. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാല് ഞങ്ങള് നമ്മളെ പോലെ ഒരാളും കൂടി ഉണ്ടാവും, നമുക്ക് കുറച്ചും കൂടി നമുക്കൊരു കോൺഫിഡൻറ്റും ആണ്. ഇപ്പൊ ഒരാൾ നമ്മളെ നോക്കി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പോലും നമ്മൾ തിരിച്ചൊരു പക്ഷേ റിയാക്ട് ചെയ്യാം. അല്ലെങ്കിൽ അത് ഒറ്റയ്ക്കാണെങ്കിൽ പോലും നമ്മള് ഭയങ്കരമായിട്ട് നമ്മുടെ മനസ്സിനെ ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടല്ലോ. പണ്ട് നമ്മൾ അനുഭവിച്ചൊന്നും ഇപ്പം വരുന്ന കുട്ടികൾക്ക് അത് കുറേ ഒരു മാറ്റങ്ങള് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സമൂഹത്തിലുണ്ടായ നിയമങ്ങൾ, ഇപ്പം ട്രാൻസ്ജെൻഡർ പ്രൊട്ടക്ഷൻ ആക്ട്, ആ ആക്ട് ഒക്കെ വന്ന സമയത്ത് നമ്മള് ഒരുപാട് തിരുത്തലുകൾ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ രാജ്ഭവനിലേക്ക് ഒരുപാട് സമരം ചെയ്തതാണ്. അപ്പൊ അത്തരം നിയമങ്ങള് ഇപ്പൊ സമൂഹത്തിന് ഒരു ഭയം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്തരം ആളുകളെ മോശമായിട്ട് നമ്മൾ നിയമം നടപ്പിലാക്കേണ്ട പലർക്കും അങ്ങനെ നിയമം ഉള്ളതായിട്ട് പോലും അറിയില്ല. അത് വലിയൊരു പ്രശ്നമാണ്. സത്യം. സ്നേഹ കേൾക്കുന്നുണ്ടോ? പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ പലപ്പോഴും നമ്മൾ ഈ ട്രാൻസ്ജെൻഡർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 ഉണ്ട്. ആർട്ടിക്കിൾ 18 പ്രകാരം നിങ്ങൾക്ക് ഇവരെ ശിക്ഷിക്കാം, ഇത്ര പ്രൊവിഷൻ ഉണ്ട്, 6 months 2 years ഇംപ്രിസൺ ചെയ്യാവുന്ന വകുപ്പൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെ നിയമം ഉണ്ടായിട്ടുണ്ടോ എന്നാണ് പോലീസുകാർ ചോദിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇടപെടലൊക്കെ നടക്കുന്നുണ്ട്, കാര്യമായി തന്നെ നടക്കുന്നുണ്ട്. പിന്നെ ആൾക്കാര് ഈ ബഹുജനം പലവിധം പറയുന്നത് വ്യക്തി വ്യത്യാസം എല്ലാ മനുഷ്യരിലും ഉണ്ടാവും. ഇപ്പൊ എനിക്കൊരാളെ കണ്ടിട്ട് അയാളെ അംഗീകരിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് എന്റെ ആറ്റിറ്റ്യൂഡാണ്. അതിനെ ഇഗ്നോർ ചെയ്യുക അല്ലെങ്കിൽ അവരെ കളിയാക്കുക, അവരെ മോശം പറയാന്ന് പറയുന്നത് ഒരുതരം മാനസിക രോഗം, വിഭ്രാന്തിയാണ്. അത് ഉള്ള ആൾക്കാർക്ക് നമ്മളിപ്പോ പറയാറുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും കമന്റ് പറയോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാറുള്ള ആൾക്കാരെ നമ്മളിപ്പോ കൃത്യമായിട്ട് തിരിഞ്ഞു നിന്ന് അവർക്ക് മറുപടിയും പണ്ട് നമ്മൾ ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും മിണ്ടാതെ പോവാന്നുള്ളത്. പക്ഷെ ഇപ്പൊ നമ്മൾ ഞാൻ ചില സമയത്തൊക്കെ ഞാൻ പണ്ടും ചോദിക്കുമ്പോൾ വളരെ കുഞ്ഞിലേക്ക് ഞാൻ ചോദിക്കില്ല. വളരെ കുഞ്ഞിലേക്ക് ഈ കവലയിലേക്ക് ഇരുന്ന് കളിയാക്കുന്ന ആൾക്കാരെ ഇല്ല, ഒരു ദിവസം ഒരു വഴി കൂടെ പോയെങ്കിൽ ഒരു ദിവസം വേറൊരു വഴി കൂടെ, വീട്ടിൽ പോയ ഒരുപാട് വഴികളുണ്ട്. അതെനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മുടെ നാട്ടിൽ ഈ ആൺകുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്ന ഇടങ്ങളൊക്കെ ഉണ്ട്. അതുവഴിയാണ് നമ്മൾ ഈ വയലിലൊക്കെ പോവേണ്ടത്. അച്ഛന് വെള്ളം കൊടുക്കാനൊക്കെ വയലിലോട്ടൊക്കെ പോകുന്ന സമയത്ത് വേറെ ഏകദേശം 1 കിലോമീറ്റർ കറങ്ങിയൊക്കെ പോകും. കാരണം അതുവഴി പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും കളിയാക്കുന്ന ഒരു വാക്ക് വിളി നമുക്കറിയാലോ. ഇന്ന് ഇവന്മാര് ഗ്രൂപ്പായിട്ട് നിൽക്കുന്ന ഇന്ന സ്ഥലത്തായിരിക്കും നമുക്കറിയാം. അപ്പൊ ആ സ്ഥലം സ്കിപ്പ് ചെയ്ത് എങ്ങനെ പോകാൻ പറ്റും എന്നുള്ള രീതിയിലായിരിക്കും. അതൊക്കെ സത്യം പറഞ്ഞാൽ പണ്ട് കാലത്ത് നിലനിന്നിരുന്ന ഈ വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം അന്ന് നടക്കരുതെന്ന് പറയും. ഇത് നമുക്ക് നടക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും നമ്മൾ അവരെ ഭയന്ന് അവിടെ കൂടെ പോവില്ല എന്നുള്ളത് ആ ഒരു രീതിയായിരുന്നു സത്യം പറഞ്ഞാൽ. പണ്ടൊക്കെ അനുഭവിച്ച് കുറേ ഉണ്ട്. നമ്മളെ ഞാനൊക്കെ എത്രയോ പ്രാവശ്യം റൂമിനകത്ത് കഥ കടിച്ചിട്ട് കരഞ്ഞിട്ടുണ്ട്. കാരണം പുറത്തുനിന്ന് കരഞ്ഞു കഴിഞ്ഞാൽ കരയുന്നതിൻ്റെ ആരും ആ രീതിയിലേക്ക് പലപ്പോഴും. ഒന്നാമത്തെ പലരും പറയില്ലേ പഠിപ്പ് പകുതി വഴിക്കിലിട്ട് പോകേണ്ടി വന്നത് ട്രാൻസിന്, അവരെന്താ പഠിക്കാത്ത. പക്ഷെ അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാ സ്കൂളിൽ തന്നെ പോകുന്ന സമയത്ത് തന്നെ ആവട്ടെ ഈ നമ്മുടെ ക്ലാസ്മേറ്റ്സ് ഒക്കെ ഇന്ന് അവരൊക്കെ ഫ്രണ്ട്സ് ആണ്. പക്ഷെ എങ്കിൽ കൂടി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ടീച്ചേഴ്സ് വരെ കളിയാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. ടീച്ചേഴ്സ് കളിയാക്കിയ കുട്ടികളില്ല, ഇഷ്ടംപോലെ. അതായത് ബയോളജി ക്ലാസ്സിലൊക്കെ ഈ ജെൻഡറിനെ പറ്റി ആ ഒരു എന്താ പ്രത്യുൽപാദനെ പറ്റിയുള്ള പോർഷനൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മളെ പറ്റി യാതൊരു മെൻഷനിങ് അതിൽ ഇല്ലെങ്കിൽ പോലും നമ്മളെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഇതുപോലത്തെ ആളാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട്. ബയോളജി ക്ലാസ്സിന് മാത്രമല്ല, സാധാരണ എല്ലാ ക്ലാസ്സുകളും മലയാളം ക്ലാസ് ഉണ്ടല്ലോ, ഭാഷ കൈകാര്യം ചെയ്യുന്ന ക്ലാസ്സിൽ പോലും ഈ പുരാണങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളുണ്ട്.
പക്ഷെ സവിശേഷമായ സ്ഥാനങ്ങൾ പലപ്പോഴും കൊടുത്തിട്ടുണ്ടായിരുന്ന കഥാപാത്രങ്ങളാണ്. അപ്പം അതിനെയൊക്കെ ഒരു നെഗറ്റീവ് ഷെയ്ഡോട് കൂടി അവതരിപ്പിക്കുന്ന എത്രയോ മലയാള അധ്യാപകരെയാണ് എനിക്ക് പേഴ്സണലി അറിയാം. നിന്നെ പോലെ അല്ലെങ്കിൽ തന്നെ ആ വാക്ക് ക്ലാസ്സിൽ വരുമ്പോ എല്ലാ കുട്ടികളും കൂടെ നമ്മുടെ ഈ ക്യാമറ തിരിയും പോലെ നമ്മുടെ മുഖത്തേക്ക് എല്ലാ കുട്ടികളും നോക്കി ആ ഒരു നിമിഷം ഉണ്ടല്ലോ, അത് ഓവർകം ചെയ്യാന്ന് പറയുന്നത് സിനിമ ഇറങ്ങിയതിന് ശേഷം ദൈവമേ പുറത്തിറങ്ങി നടക്കാൻ വേണ്ടി ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയത്തായിരുന്നു കേട്ടോ. സത്യം ഞാനത് ഓരോ ആ കുട്ടികളടുത്തും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ പോയി കണ്ടോ, എന്താ അതിൽ കാണിക്കുന്നത്? പറയാം നിന്റെ കഥ തന്നെയാണ്. ഞാൻ കടപ്പുറത്ത് താമസിക്കുന്ന ആള്, ഇപ്പൊ എന്റെ കഥയാവുന്ന നിന്നെ പോലുള്ള ആളുകളുടെ നടക്കുന്നതും ചിരിക്കുന്നതും ഇരിക്കുന്നതും ഒക്കെ നിന്നെ പോലെ തന്നെ എന്ന് പറയുവേ. പക്ഷെ എനിക്ക് ആ ക്യാരക്ടറിനെ അങ്ങനെ കാണിച്ചുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഈ അവസാനം കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞുണ്ടാവുന്ന ആ ഒരു സ്റ്റോറിയാണ് അതൊരു ജെൻഡർ വേരിയേഷൻ ആണ്. അതൊരു ജെൻഡർ വേരിയേഷൻ ആണ്. കല്യാണം കഴിച്ച് കുഞ്ഞുണ്ടാവുക അങ്ങനെ ഒരു കോൺസെപ്റ്റ് അല്ല. എല്ലാ ആളുകളും ഇപ്പൊ ചാന്തുപൊട്ടിലെ ദിലീപിനെ പോലെ ജീവിക്കുന്ന ആളുകളെല്ലാം അതൊരു ഒരു ഭാഗം മാത്രമാവുന്നുള്ളൂ. എല്ലാ ആളുകളും അങ്ങനെ ജീവിക്കുന്നു. ഒരു വലിയ മിസ്കൺസെപ്ഷൻ ഞാൻ പറഞ്ഞുതരാം. എന്ന് വെച്ചാല് ഇപ്പോഴും ഒരാളുടെ സെക്ഷുവാലിറ്റി എന്ന് പറയുന്ന സാധനത്തെ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ കൃത്യമായിട്ട് എന്താണെന്ന് മനസ്സിലാക്കാനോ പലർക്കും പറ്റുന്നില്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഒരു സിസ്ജെൻഡർ ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് ഒരു ലെസ്ബിയൻ ആകാം എന്ന് പറയുന്നത് പോലെ ഒരു ട്രാൻസ്ജെൻഡർ സ്ത്രീക്ക് ഒരു ലെസ്ബിയൻ ആകാം, ഇല്ലേ? അവരൊരു ബൈസെക്ഷൽ ആവാം. അപ്പോൾ അവർക്ക് ഒരു സിസ്ജെൻഡർ സ്ത്രീയുമായിട്ട് ചിലപ്പോൾ റിലേഷൻഷിപ്പ് ഉണ്ടാവാം. അതെല്ലാം ഒരു പല തരത്തിലുള്ള സെക്സ്വാലിറ്റികളാണ്. ഈ ചേഞ്ചുകൾ വന്ന സമയത്ത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തിരുന്ന രാഷ്ട്രീയ വിഭാഗത്തിലെ ഒരു പ്രമുഖനായിട്ടുള്ള ഒരു മന്ത്രി പോലും തിരിഞ്ഞ് ഇപ്പൊ സംസാരിക്കുന്ന, കാരണം അദ്ദേഹം ഇത്ര വൈജാത്യങ്ങൾ കണ്ടിട്ടില്ല. അദ്ദേഹം വിചാരിച്ചു തമിഴ്നാട്ടിലൊക്കെ ഉള്ളതുപോലെ ആ ഒരു ട്രാൻസ് പീപ്പിൾ ഹിജറ ജനങ്ങളെ പോലെ മാത്രമാണെന്ന്. ഇത്രം ഇപ്പോഴും അറിയില്ല എന്നുള്ളതാ എന്താണ് ജെൻഡർ, എന്താണ് സെക്ഷുവാലിറ്റി എന്നുള്ളത്. അതാണ് ഇപ്പൊ നമ്മള് ട്രാൻസിന് പറയുന്നത് പല സെക്ഷുവാലിറ്റിയുടെ പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത് പലപ്പോഴും പല സ്ഥലം അവർ ചിന്തിക്കുന്നത്. അപ്പൊ അതാണ് ജെൻഡർ സെക്ഷുവാലിറ്റി എന്ന് പറയുന്ന മൂന്ന് കാര്യങ്ങൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് വൈജാത്യങ്ങളുള്ള സാധനങ്ങളാണ്. ശരിക്കും നമ്മുടെ പാഠ്യപദ്ധതിയുടെ ഭാഗമാകുന്നു അതെന്ന് പറയുന്നത് തന്നെ ശരിക്കും വലിയൊരു കാര്യമാണ്. കുട്ടികളത് പഠിക്കണം, അത്തരം വ്യത്യാസങ്ങളെ പഠിക്കണം. ഇപ്പൊ ഓണത്തിന്റെ തന്നെ വരട്ടെ, ഓണം വരട്ടെ, നിങ്ങൾക്ക് ഓണം ഉണ്ടോ? അതുപോലെ തന്നെ ഇപ്പൊ അടുത്തെന്തോ നേഹാസി മേനോൻ എന്റെ പേര് വന്നപ്പോ എന്താണ് മേനോമാരിലോ ഇങ്ങനെയുള്ള ആളുണ്ടോ? ഞാനതിന് നല്ലൊരു കമന്റ് അല്ല ഇത് ആർക്ക് പേര് എന്ന് പറഞ്ഞാൽ ഇത് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇല്ല അവരിൽ ഉണ്ടാവില്ല, ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ മതത്തിലില്ല, ഞങ്ങളുടെ ജാതിയിലില്ല, ഇങ്ങനെ ഇതൊന്നും ഞങ്ങളിതിലില്ല. പറയുന്ന കാര്യം എന്താണെന്നറിയാമോ, അത് കുറച്ചിലാണ്. മനസ്സിലായില്ലേ? അത്തരം ആളുകൾ നമ്മുടെ സമൂഹത്തിലും കൂടെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ജാതിയിലും മതത്തിലും എത്ര ചേച്ചി പണ്ടൊക്കെയാണ് ഈ പൂവിന് പകരം തുമ്പപ്പൂവായിരുന്നു. തുമ്പപ്പൂ ഇല്ലാത്ത ഓണം ഇല്ല എന്നാണ്. തുമ്പപ്പൂ ഒരുപാട് തുള്ളേണ്ടി വരും. ചെറിയൊരു ഓലയുടെ കൊടയിലൊക്കെ വെച്ചിട്ട് തുമ്പപ്പൂ വേണമെന്നാണ്. അതെ, തുമ്പ പൂ പാടുള്ളൂ. തുമ്പ നടുവിലിട്ടിട്ടാണ് പൂക്കളം തുടങ്ങേണ്ടത്. ഓണത്തപ്പനെ വരവേൽക്കുക എന്നുള്ളൊരു ഇതല്ലേ ശരിക്കും എന്ന് പറയുന്നത് മഹാബലി അല്ലേ? തുമ്പപ്പൂ കാലമായിട്ട് ഇപ്പൊ ഇങ്ങനത്തെ പൂക്കൾ തന്നെയാണ് ശരിക്കും. ഇപ്പൊ നമ്മള് കടയിൽ നിന്ന് പോയി വാങ്ങിച്ചോണ്ട് വരുന്ന പൂ വെച്ചിട്ടായിരിക്കും പൂക്കൾ. ശരിക്കും അങ്ങനെയല്ലല്ലോ, വീടുകളിൽ പോയി പറിക്കും. അതുപോലെ ഇപ്പൊ വേറൊരു സാധനമുണ്ട്, പൂക്കളത്തിന്റെ മാറ്റ്. ഓണത്തിന് പൂക്കളം, പിന്നെ തിരുവാതിര. തൃശ്ശൂരുണ്ടല്ലോ, കഴിഞ്ഞ കൊല്ലം മെഗാ തിരുവാതിര നടന്നായിരുന്നു. നമ്മുടെ തൃശ്ശൂരുള്ള ഒട്ടുമിക്ക എല്ലാ കമ്മ്യൂണിറ്റി മെമ്പേഴ്സും അപ്പൊ ഇപ്രാവശ്യം എന്തായാലും കലോത്സവത്തിന് തിരുവാതിര നടത്തിയ പോലെ ആ ഒരു തിരുവാതിര ഓണമൊക്കെ വരുന്ന സമയത്താണ് നമ്മൾ അതിനെ പറ്റിയിട്ടൊക്കെ ചിന്തിക്കുന്നത്. തിരുവാതിരയെ പറ്റിയാണെങ്കിൽ നമ്മുടെ സംസ്ഥാന കലോത്സവം ഒന്നാം സ്ഥാനം. അപ്പൊ നമുക്കൊന്ന് തിരുവാതിര സദ്യയിലെത്തിയില്ലേ നമ്മള്? സദ്യയിലെത്തി.
പക്ഷേ സത്യം പറഞ്ഞാൽ സദ്യ എന്ന് പറയുന്നത് സദ്യ എന്ന് പറയുമ്പോൾ പണ്ട് തൊട്ട് എനിക്ക് കുക്ക് ചെയ്യാനായിട്ട് ഭയങ്കര താല്പര്യമുള്ള ഒരാളായിരുന്നു. എനിക്ക് ഇഷ്ടമാണ് അല്ലെ ശ്യാമ? റെസിപ്പീസ് ഒക്കെയാണ് ഞാൻ ചിലപ്പോൾ നോക്കി പഠിക്കുന്നത്. പക്ഷെ ഓണം വരുമ്പോൾ ഇപ്പോഴും കൂടി അതിന്റെ താല്പര്യം കുറച്ച് കൂടി. പണ്ട് അമ്മയൊക്കെ കുക്ക് ചെയ്യുന്ന നോക്കി നിന്നിട്ടേ ഉള്ളൂ. നമുക്ക് അതിനൊക്കെയാണ് സാധിച്ചിട്ടുള്ളത്. ശ്രീമയ്ക്ക് ഒട്ടും കുക്ക് ചെയ്യാനറിയില്ല, തോരൻ ഉണ്ടാക്കാൻ പോലും അറിയില്ല. ഞാൻ കുറച്ച് പഠിച്ചത് എല്ലായിട്ടും അറിയാം. പിന്നെ എനിക്ക് തോന്നുന്നു മാജിച്ചിലെ വീട്ടിലൊക്കെ നിന്നപ്പോൾ അവള് കുറച്ചുകൂടിയൊക്കെ ബെറ്റർ ആയി. സാമ്പാറൊക്കെ ഉണ്ടാക്കാനൊക്കെ പഠിച്ചു അല്ലേ? നമ്മളവിടെ ഓണസദ്യ എന്ന് പറയുമ്പോൾ ഇത്ര മാത്രമൊന്നും ഉണ്ടാവില്ല, ഒരുപാടുണ്ടാവും. എനിക്ക് വിശക്കുന്നുണ്ട്, ഞാനങ്ങ് തുടങ്ങുകയാണ്. സദ്യ കഴിക്കുമ്പോ നമ്മള് ട്രിവാൻഡ്രംകാരുടെ സദ്യ വിളമ്പുന്ന ഒരു രീതിയുണ്ട്. കറികൾ വിളമ്പുന്നതും സദ്യ വിളമ്പുന്നതും നേഹയ്ക്ക് സദ്യ പറഞ്ഞാൽ ആദ്യമായിട്ടായിരിക്കും ശ്വാസിക്കാറ്. പരിപ്പും നെയ്യും. ബോളി കേട്ടിട്ടുണ്ട്, ബോളി പായസം. അങ്ങോട്ടൊന്നും ഇല്ല കേട്ടോ ബോളിയൊന്നും ഇല്ലേ? അങ്ങോട്ടൊന്നും ട്രിവാൻഡ്രത്താണ്. അല്ല, ഞാൻ ഒറ്റയടിക്കൊക്കെ സദ്യ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? നമ്മൾ പറയുന്നത് ഒറ്റയടിക്ക് സമൂഹ പാടിയിട്ടുണ്ടെന്ന് പറയുന്നത്. ഞാൻ എന്റെ ഒരു പിറന്നാളിന് സീമ ഒറ്റയടിക്ക് സദ്യ ഉണ്ടാക്കി. അടുത്ത ഓണത്തിന് എല്ലാവർക്കും മലബാർ സദ്യ, അവിടെ ഓണം. ഓക്കെ, തരുമോ? ഈ വർഷമായാലും കുഴപ്പമില്ല. പ്ലാനിങ്ങളൊക്കെ ആയതുകൊണ്ട് അടുത്ത വർഷം നേഹയുടെ മലബാർ സദ്യയോട് കൂടി അല്ലേ? അതെ. ശ്യാമ കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും സദ്യ ഉണ്ടാക്കിയോ ഒറ്റയ്ക്ക്? ഒറ്റയ്ക്ക് സദ്യയായിട്ടൊന്നും ഉണ്ടാക്കില്ല. പിന്നെ ഇത്തരത്തിലുള്ള വിശേഷ ദിവസം വരുന്ന സമയത്ത് നമ്മൾ രണ്ടുപേരും മാത്രം ആവില്ലല്ലോ, വീട്ടിൽ തന്നെ പോകും. അപ്പൊ ഓൾറെഡി വീട്ടിൽ പോകുന്ന സമയത്ത് അപ്പൊ അങ്ങനെ ഒരു അവസരം കിട്ടിയില്ല. ഇല്ല. എന്നാ സദ്യ വെച്ച് ഞങ്ങളെയൊക്കെ വിളിക്കുന്നത് എന്ന് വേണം ഈ ഓണത്തിന് ഈ കൂടാം അല്ലേ? അതെ, ഉറപ്പാണോ? ആ പിന്നെന്താ, ഈ ഇലയെടുത്ത് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ മറന്നു പോകരുത്. പിന്നെ പായസം ആണെങ്കിൽ നമ്മൾ ട്രിവാൻഡ്രത്ത് പായസം വിളമ്പുന്ന രീതിയുണ്ട്. ആദ്യം അടപ്രഥമൻ, അത് കഴിഞ്ഞ് കടല, അത് ഓണസദ്യക്കും അങ്ങനെ തന്നെയാണോ? അല്ല, കല്യാണ സദ്യക്കാണോ കല്യാണ സദ്യക്ക് അങ്ങനെ തന്നെയാണ്. അതെ അതെ. ഓക്കെ, ഞങ്ങൾക്ക് ആ ഓർഡറിൽ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു നമ്മളവിടെ ഭക്ഷണം കഴിച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം ഇലയിലാണ് പായസം വിളമ്പി. ഇവിടെ ഇവിടെ പിന്നെ വാറ്റത്താണ് വിളമ്പുന്നത്. അല്ല, ചില ക്ലാസ്സിന് പോകുന്നുണ്ടോ? ഇവിടെ ഇലയിൽ തന്നെയാണ്. ഞങ്ങൾ അങ്ങനെ കുടിക്കാറില്ല. പയറ്, പരിപ്പ് പായസം, പിന്നെ അത് അട, സേമിയം അങ്ങനെയൊക്കെ. ഇല്ല, നമ്മൾ ബോളി കഴിക്കുന്നത് വെളുത്ത പായസം ഉണ്ടല്ലോ, പാൽപ്പായസം, പാലട, സേമിയ തുടങ്ങിയ പായസം. ബോളിയിലും നിങ്ങൾ ഭരണ വിവേചനങ്ങൾ കൊണ്ടുവരികയാണല്ലേ? അല്ല, ഓരോ സ്ഥലത്തും സദ്യക്ക് പല രീതികളാണ്. വെറുതെ ചായ കുടിക്കുമ്പോഴും ബോളി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. അതെ, അടപ്പായസത്തിന് പപ്പടം മസ്റ്റാണ്. അത് പ്രത്യേക ടേസ്റ്റ്. നമ്മൾ പപ്പടം അതിനോടൊപ്പം അങ്ങനെ പൊടിച്ച് കഴിക്കുമ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ തീരുമാനിച്ചു. ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇങ്ങനെ സദ്യ കഴിക്കുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷം ന്യൂസ് 18 കേരള ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിന് ഞങ്ങൾ ക്ഷണിച്ചതിലും അതുപോലെ തന്നെ ഞങ്ങളുടെ സദ്യ തന്നതിലൊക്കെ ഒരുപാട് സന്തോഷം. ഒരുപാട് നാളുകൾക്ക് ശേഷം ഞങ്ങൾ ഒരുമിച്ച് ഈ പായസത്തിന്റെ മധുരം പോലെ തന്നെ നല്ലൊരു അടിപൊളി ഓണം തന്ന ന്യൂസ് 18 കേരളത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും. ഹാപ്പി ഓണം. അപ്പോൾ നമ്മൾ നല്ലൊരു സദ്യയാണ് കഴിച്ചത്. സീമയും പറഞ്ഞു പായസത്തിനൊക്കെ നല്ല മധുരം. ശരിക്കും ആ മധുരത്തോടു കൂടി തന്നെ പായസവും സദ്യയും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയത് ഈ കേരള ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിലാണ്, കോവളം. അപ്പോൾ അതിൻ്റെ പ്രവർത്തകർ ഇവിടെയുണ്ട്. അവർക്കൊക്കെ നന്ദി അറിയിക്കുന്ന ഈ ഒരു അവസരത്തിൽ പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നമ്മൾ ഇരിക്കുന്ന സമയത്താണ് മനസ്സറിഞ്ഞ് സന്തോഷിക്കാനും അല്ലെങ്കിൽ സംസാരിക്കാനും ഒക്കെ പറ്റുന്നത്. അപ്പോൾ അത്തരമൊരു അവസരം ഒരുക്കി തന്ന ന്യൂസ് 18 അടക്കം ഈ ഒരു അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.